തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഗൗരി പറഞ്ഞതുപോലെ നന്ദിനിയുടെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. വെള്ളച്ചാട്ടത്തിലേക്ക് പാവം കാല് വീഴ്ത്തി വീണു. ആർക്കൊരു സംശയമില്ല. ആ പിന്നെ നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ആ ഗോപനെ തട്ടിയോ? എന്താ നീയൊന്നും മിണ്ടാത്തെ? ഹലോ ഹലോ അനന്തനെ കൊന്നതും വേണിയെയും ഗോപനെയും കൊല്ലാൻ ശ്രമിച്ചതും നീ കോടതിയിൽ ഏറ്റു പറയും അല്ലേ ഗിൽബർട്ടെ? എന്താടാ പറയില്ലേ നീ? ഗുഡ് ബോയ്. ഇനി നീ അത് പറഞ്ഞില്ലെങ്കിലും വള്ളിപ്പുള്ളി വിടാതെ ഞങ്ങളത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗിൽബർട്ട്, നീ എന്നെ ഒരു കാര്യത്തിനു കൂടി സഹായിക്കണം. ഗൗരിയുടെ എനിക്കറിയില്ല. നിനക്കറിയാം. നിന്നെക്കൊണ്ട് ഞാനത് പറയിക്കും. സത്യമായിട്ടും എനിക്കറിയില്ല സർ. ശരി, എന്നാ നമുക്ക് കണ്ടുപിടിക്കാം അവൻ എവിടെ ഉണ്ടെന്ന്. പക്ഷേ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. അനുസരിക്കില്ലേ ഗിൽബർട്ട്? എനിക്കറിയാം, അനുസരണയുള്ള കുട്ടിയല്ലേ നീ. റിലാക്സ്. ഗോപി, ഇവനെത്തിരി വെള്ളം കൊടുക്ക്. ശരി സർ.
ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്. നീ ഗോപനെ കൊന്നു. ഗൗരിയെ കണ്ടിട്ടേ ബാക്കി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ പറ്റും. ഗൗരി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നീ അവിടെ എത്തിക്കോളും. ഇതൊക്കെ നമ്മളിപ്പോ ഗൗരിയെ വിളിച്ച് പറയാൻ പോകുന്നു. ഓക്കേ? നീ എവിടെയാ? ഹലോ ഹലോ. ഞാൻ ഗോപനെ കൊന്നു. വെരി ഗുഡ്. ആർക്കും സംശയമില്ലല്ലോ അല്ലേ? ഇല്ല. നീ ഇപ്പൊ എവിടെയാ? ഹോട്ടൽ പ്രിൻസ് പാലസില്. അവരുടെ ഡെഡ് ബോഡി കുറച്ചു മുമ്പ് കിട്ടിയതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഇനിയിപ്പോ നാളെ രാവിലെ നടക്കും. ഇനിയിപ്പോ ഒരു ദുഃഖിതനായ ഭർത്താവിന്റെ വേഷം അഭിനയിച്ചല്ലേ പറ്റൂ. അല്ല, നീ ഇപ്പൊ എവിടെയാ ഗിൽബർട്ട്? താങ്ക് യു ഗിൽബർട്ട്. റിയലി യു ആർ എ ഗുഡ് ഫ്രണ്ട്. ജയിലിലായാലും നിനക്ക് കൂട്ടുകാരനെ പിരിയേണ്ടി വരില്ല. ചായ. ഇന്ന് ഞാനും കൂടി വരുന്നുണ്ട് ആശുപത്രിയിലേക്ക്. അവനെ കണ്ടിട്ട് കുറച്ചു ദിവസമായില്ലേ? അതിനെന്താ, ചേച്ചി റെഡി ആയിക്കോളൂ. ഇനി മരുമോനെ കാണാൻ ഇപ്പൊ തന്നെ പോണോക്കി വേണിയോട് പറഞ്ഞോളൂ. ചേച്ചി ആശുപത്രിയിലാക്കിയിട്ട് അവള് ജോലിക്ക് പോക്കോളും. അവൾ ഓഫീസിൽ പോകുന്നോളല്ലേ, ഞാൻ നിന്റെ കൂടെ വന്നോളാം. എന്താ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ താൻ മറന്നോടോ? അതോ തനിക്കൂടെ വരണമെങ്കിൽ കേസും കൂട്ടമൊക്കെ വേണമെന്നുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല മാഷേ. ജോലി തിരക്കായതുകൊണ്ടാ. ഞാൻ തമാശ പറഞ്ഞല്ലേ. ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ തിരക്കെന്താണെന്ന് എനിക്ക് ഊഹിക്കാം. മോൻ അകത്ത് കയറി ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ടമ്മേ, ഇപ്പൊ എനിക്കൊന്നും വേണ്ട. ഞാൻ വേണി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആളില്ലേ ഇവിടെ? ഉണ്ട്, ഓഫീസിൽ പോവാൻ ഒരുങ്ങ. ഞാൻ വിളിക്കാം, ഇരിക്കെ. എന്താ സീരിയസ് ആയിട്ട് എന്തെങ്കിലും? ഹേയ്, ഒന്നുമില്ല. വേണി ഓഫീസിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനേ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. മോളെ കാണാൻ ആ സർക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. നന്ദൻ സാറോ? ഉമ്മർത്ത് ഗോവിന്ദനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. മോൾ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ചായ എടുക്കാം. വേണ്ടെന്നാ പറഞ്ഞത്, എന്നാലും അതൊരു മര്യാദയല്ലല്ലോ. സത്യം പറയാലോ നന്ദാ, ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞു കിട്ടുന്നവരെ ഞങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു. ഞങ്ങൾ ഗോപന്റെ കാര്യം പറഞ്ഞിരിക്കായിരുന്നു. നന്ദ നിന്നെ കാണാനാ വന്നേ. നിങ്ങൾ സംസാരിച്ചിരിക്കെ. എന്താ സാർ രാവിലെ തന്നെ? ഒരു കാര്യമുണ്ട്. വേണി ഒന്ന് വരൂ. എന്താ സാർ? ഐ എം സോറി വേണി. രാവിലെ ഞാനൊരു ബാഡ് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാഡ് ന്യൂസോ? എനിക്കൊന്നും മനസ്സിലായില്ല. വേണിയോട്
അതെങ്ങനെ പറയുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. പറയാതെ മറ്റ് നിവർത്തിയുമില്ല. ഇമോഷണൽ ആവരുത്. ധൈര്യപൂർവം കാര്യങ്ങളെ ഫേസ് ചെയ്യാ വേണ്ടത്. കാര്യം എന്താണെന്ന് സാർ ഇനിയും പറഞ്ഞില്ല. സാർ സാർ പ്ലീസ്. ഇന്നലെ മൂന്നാറിൽ വെച്ച് നന്ദിനി കൊല്ലപ്പെട്ടു. സാർ എന്താ പറഞ്ഞേ? നന്ദിനി നന്ദിനിക്ക് എന്ത് പറ്റിയെന്ന? സത്യവേണി, ഷീസ് നോ മോർ. അബദ്ധത്തിൽ വെള്ളച്ചാട്ടത്തിൽ വീണുപോയെന്നായിരുന്നു ആദ്യത്തെ നിഗമനം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് പ്ലാൻഡ്. വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം. വേണി, താനിങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. ഇതൊക്കെ നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ആരാ ഇതിന് പിന്നിൽ? ഗൗരിയാണല്ലേ? ഗിൽബർട്ടും അവനും കൂടി വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷൻ. ഒരേ സമയം രണ്ടുപേരായിരുന്നു അവരുടെ ലക്ഷ്യം, നന്ദിനിയും ഗോപനും. ഗോപനെ കൊല്ലാൻ ഇന്നലെ ഗിൽബർട്ട് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അങ്ങനെ ഒരു നീക്കം അവന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് സ്പോട്ടിൽ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ നന്ദിനി, ആ കുട്ടി ഗൗരിയുടെ ട്രാപ്പിലായിപ്പോയി. താനിങ്ങനെ തളർന്നാലോ? വേണി ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ. അത് മറക്കരുത്. ഞാൻ എങ്ങനെയാ ഇവിടുള്ളവരോട് ഇതൊക്കെ പറയുന്നത്? എനിക്ക് വയ്യ സാർ, എന്നെ കൊണ്ടാവില്ല. പറയാതെ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞ മാഷിനോടും അമ്മയോടും എങ്ങനെ പറയണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. വേണിയാവുമ്പോ സാവകാശം അവരെ അറിയിക്കല്ലോ എന്ന് കരുതി. അവളിപ്പോ എവിടെയാ സർ? പോസ്റ്റ്മോർട്ടം 11 മണിയോടെ കഴിയും. ബോഡി വൈകിട്ടോടെ എത്തും. അവിടെ ഞാനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ റാസ്കലിനെ അറസ്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ ചെല്ലണം. വിവരം തന്നെ അറിയിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ഇറങ്ങുക. മാഷിനോട് പറഞ്ഞാൽ മതി.
നന്ദ സാർ പോയോ? പോയി. എന്തിനാ മോളെ അയാൾ വന്നത്? അത് വെറുതെ വന്നതാച്ചാ. നന്ദിനി.